നമസ്കാരം. താഴ്വാരം. രചന ബിജു KV. ശ്യാം വിളിച്ചത് സേവ്യറിനെ ആയിരുന്നു. സേവ്യറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്യാമിൻ്റെ എല്ലാ തൊട്ടിത്തരത്തെയും അതിവിദഗ്ധമായി ചെയ്തു കൊടുക്കുന്ന കയ്യാൾ. മയക്കുമരുന്നായാലും പെണ്ണായാലും കൊള്ള കൊല ഏതായാലും സേവ്യർ ശ്യാമിന് വേണ്ടി ചെയ്യും. പക്കാ ക്രിമിനൽ. സേവ്യർ ശ്യാമിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തു. എല്ലാം സുരക്ഷിതമല്ലേ സേവ്യറെ? വരുമ്പോൾ ഹൈവേ പിടിക്കണ്ട, ഇടറൂട്ടിൽ വന്നാൽ മതി. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അറിയാലോ, ശ്യാം സേവ്യറിനോട് പറഞ്ഞു. സാറ് പേടിക്കണ്ട, ഒരു കുഴപ്പവുമില്ല, സാറ് പോയി കിടന്നുറങ്ങുക, സേവ്യർ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ശ്യാം ഫോൺ താഴെ വെച്ച് ഗ്ലാസ്സിൽ ബാക്കിയിരുന്ന മദ്യം കൂടി അകത്താക്കി. അപ്പോഴാണ് ശ്യാമിന് മറ്റൊരു ഫോൺ കോൾ വന്നത്. ശ്യാം ഫോൺ എടുത്ത് നോക്കി. ശ്യാമിൻ്റെ കൂട്ടുകാർ അപ്പോഴേക്കും അവിടെ നിന്നും പോയിരുന്നു. ശ്യാമിലിയാണ് വിളിക്കുന്നത്. ശ്യാം കുറച്ച് പരുങ്ങലോടെ കാൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആ മോളെ, എന്താ കാര്യം? അച്ഛൻ ഒരു അടിയന്തര മീറ്റിങ്ങിലാണ്, 2 ദിവസത്തിനുള്ളിൽ വരും. ആ ശരി, ഞാൻ ഗോപിയെ വിളിക്കാം. ഇല്ല മോളെ, ഒരു ഉള്ളി കുടിച്ചിട്ടില്ല. ഹാ മോളെ, പിണങ്ങല്ലേ മോളെ. മോളെ ദേ കട്ടാക്കി, ഇതാണ് ഈ കുട്ടിയുടെ കുഴപ്പം എന്ന് പറഞ്ഞ് ശ്യാം സോഫമയിലേക്ക് വീണു. 2-3 ദിവസം ലീവായതിനാൽ സിബിൻ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ് ലാലു സിബിൻ്റെ മുറിയിലേക്ക് കയറി വന്നത്. സിബിൻ ലാലുവിനെ രൂക്ഷമായി ഒന്ന് നോക്കി. ലാലു വന്നപാടെ സിബിൻ്റെ കട്ടിലേക്ക് കിടന്നു. അളിയ, നീ വീട്ടിലേക്ക് പോവുകയാണോ? ലാലു ചോദിച്ചതിന് ഉത്തരമായി സിബിൻ ഒരു നോട്ടം മാത്രം നൽകി. ബാഗിൻ്റെ സിബ് വലിച്ചിട്ട് ബാഗെടുത്ത് പുറത്തേക്കിറങ്ങാൻ നേരം ലാലു കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഡാ, നമുക്കൊന്നിച്ചു പോകാം, എൻ്റെ ബൈക്കിൽ. വേണ്ട എന്ന് പറഞ്ഞ് സിബിൻ പുറത്തേക്കിറങ്ങി. ലാലുവും പിറകെ ഇറങ്ങി. സിബിൻ മുറി പൂട്ടി മുന്നോട്ട് നടന്നു. അളിയ, നീ എന്തിനാടാ എന്നോട് പിണങ്ങുന്നത്? മാളുവിൻ്റെ കാര്യമാണെങ്കിൽ എടാ, അവള് പോക്കാണ്. ഇതു ലാലു പറഞ്ഞു തീരും മുൻപേ സിബിൻ ലാലുവിൻ്റെ കോളറിന് കയറി പിടിച്ചു. ലാലു അല്പം പകച്ചു. നാണമുണ്ടോടാ നാറി നിനക്ക്? നിന്നെ തല്ലാത്തത് എൻ്റെ കഴിവുകേടാണ് എന്ന് കരുതരുത്. സിബിൻ രൂക്ഷാകുലനായി ലാലുവിനോട് പറഞ്ഞുകൊണ്ട് ലാലുവിൻ്റെ കോളറിൽ നിന്നും പിടിവിട്ട് നടന്നു. ഡാ, എൻ്റെ വീട്ടിലെ എച്ചിൽ തിന്ന് വളർന്ന പട്ടി, നീ എൻ്റെ നേരെ കുരയ്ക്കുന്നോടാ. സിബിൻ നടത്തം നിർത്തി തിരിഞ്ഞു നിന്നു. ലാലുവിനടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തിന്ന എച്ചിലിന് പകരമായി നിന്നേക്കാളും നന്നായി നിന്റെ അപ്പനോട് ഞാൻ നന്ദി കാണിച്ചിട്ടുണ്ട്. ശരിയാടാ, എൻ്റെ തന്ത അബ്കാരി ഗോപി നന്ദി കാണിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അയാൾ കാശുണ്ടാക്കുന്ന തത്രപ്പാടിൽ അത് മറന്നു. സീരിയലും മൊബൈലും മാത്രമായിരുന്നു എൻ്റെ അമ്മയുടെ സ്വർഗം. പിന്നെ ഞാൻ എങ്ങനെ നന്നാവാനാടാ? ഒരിക്കലെങ്കിലും മക്കളെ അടുത്ത് വിളിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പറ നിന്റെ ഗോപി അങ്കിളിനോടും ആൻറ്റിയോടും. നന്ദി കാണിക്കണമത്രേ നന്ദി. പോടാ പോ, ഞാൻ തോന്നിയ പോലെ ജീവിക്കും.